ഹലോ എവ്രിവൺ. ഇന്ന് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് എന്താണ് സിനോപ്സിസ്, എന്താണ് അബ്സ്ട്രാക്റ്റ്, എങ്ങനെയാണ് അത് തയ്യാറാക്കേണ്ടത്, എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും എൻ്റെ ഒരു ചാനലിൽ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പ്രൊജക്റ്റ് റിലേറ്റഡ് ഡൗട്ട്സ് ക്ലിയർ ആയി പോകും. ഓക്കെ, അപ്പോൾ അത് മറക്കാതെ പോയി ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് എന്താണ് സിനോപ്സിസ് എന്ന് നോക്കാം. സിനോപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ടീച്ചറോട് പറയാണ്, ഞാൻ ഒരു വർക്കിൽ, ഇപ്പോൾ ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്ന അരുന്ധതി റോയുടെ വർക്കിൽ ഞാൻ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് മിസ്സേ എടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ പറയാണ്. അപ്പോൾ മിസ്സ് പറയും, ഓക്കെ കുഴപ്പമില്ല, നല്ല ടോപ്പിക്കാണ്, അപ്പോൾ നിങ്ങൾ അതിൻ്റെ സിനോപ്സിസ് തയ്യാറാക്കിക്കോളൂ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾ അതിൽ ഫൈൻഡ് ചെയ്യുന്നത്, എന്ത് തിയറിയാണ്, എന്ത് ഒബ്ജക്റ്റീവ്സിലൂടെയാണ് നിങ്ങൾ ആ ഒരു തിയറി പ്രൂവ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിനോപ്സിസ് വയ്ക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ എക്സാക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടല്ല വേണ്ടത്, ജസ്റ്റ് എസെൻസ് ആണ് വേണ്ടത്. എസെൻസ് മീൻസ്, ഇപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റ് ഒരു 40 പേജുണ്ട്, അല്ലെങ്കിൽ ഒരു 32 പേജുണ്ട് ഒരു പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിന് ഒരു എക്സ്ട്രാക്റ്റ് മാത്രമാണ് ഈ ഒരു സിനോപ്സിസിൽ വരിക. 1-2 പേജേ വരുള്ളൂ. അത് വായിക്കുമ്പോൾ ഓക്കെ, ഇതൊക്കെയാണ് ആ ഒരു പ്രൊജക്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മിസ്സിന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് അത് തയ്യാറാക്കാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, PG സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ 2 വർക്ക്സ് കമ്പയർ ചെയ്തിട്ടാവും ചെയ്യുന്നുണ്ടാവുക, 2 ഫിലിംസ് കമ്പയർ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ഒരു ഫിലിം ഒരു നോവലും കമ്പയർ ചെയ്തിട്ടായിരിക്കും എഴുതുന്നുണ്ടാവുക. ഇനിയിപ്പോൾ ഡിഗ്രി സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വർക്കേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഫൈൻഡിങ്സ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ടോപ്പിക്ക് കൊടുക്കുക, ടോപ്പിക്കിൻ്റെ പേര് കൊടുക്കുക. ആ ടോപ്പിക്കിൽ ഇപ്പോൾ എന്താണ്, നമുക്കിപ്പോൾ ഒരു റിഫ്ലക്ഷൻ ഓഫ് ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇൻ ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് റിട്ടൺ ബൈ അരുന്ധതി റോയ്. ആ ഒരു വർക്കിൽ എന്താണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൽ അന്ന എന്നാ തോന്നുന്നു ആ ഒരു ക്യാരക്ടറുണ്ട്, ഐഡൻറ്റിറ്റി ക്രൈസിസ്, അതായത് അതൊരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാളുടെ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അവൾ അനുഭവിക്കുന്ന ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ അവൾ അനുഭവിക്കുന്നത്, അവൾ അതിന് എന്ത് ചെയ്യാണ്, ഫ്ലറിഷായി വന്നിട്ടുണ്ടായപ്പോൾ ഉണ്ടാകുന്നത് വരെ ഉണ്ടായിരുന്ന അവളുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ, അതിലുള്ള ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഈ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറിയൊരു പാരാഗ്രാഫ് അല്ലെങ്കിൽ ഒരു 5, 6, 8 സെൻറ്റൻസ് എന്ത് ചെയ്യാം, ഒരു ഇത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഒബ്ജക്റ്റീവ്സ് പോയിൻ്റ് ആക്കിയിട്ട് എഴുതാം. ഒരു 4, 5, 6 പോയിൻറ്റ്സ് മതി, അതിൽ കൂടുതൽ വേണ്ട. അത് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എഴുതുമ്പോൾ 2 വെച്ച് എഴുതാം. ടു അനലൈസ് ദി ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇൻ ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, ടു അനലൈസ് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ഓഫ് ബോത്ത് നോവൽസ്. അങ്ങനെയൊക്കെ ഒബ്ജക്റ്റീവ്സ് അങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്. എന്തൊക്കെ ഫൈൻഡിങ്സ് ആണ്, ഇപ്പോൾ ഡയസ്പോറയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഹൈബ്രിഡിറ്റി വരുന്നുണ്ടോ, ഡയസ്പോറയിൽ ഓരോ എലമെൻസും ഇതിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരു 4-5 പോയിൻ്റ് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ മെത്തഡോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിയറിയാണ് എഴുതേണ്ടത്. ഈ ഒരു 2 വർക്ക് അല്ലെങ്കിൽ ഈ ഒരു വർക്കിൽ ഞാൻ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന ഒരു തിയറിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ നിന്നോ ഒരു സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്നോ നമ്മളെ മാർജിനലൈസ് ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ അനുഭവിക്കുന്ന ഓരോ സിറ്റുവേഷൻസും അവരുടെ മെൻ്റലി ആൻഡ് ഫിസിക്കലി അവരെത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ട് ആ ഒരൊറ്റ ഐഡൻറ്റിറ്റി ക്രൈസിസിലൂടെ എന്നുള്ളതൊക്കെയാണ് എന്താണ് കറക്റ്റ് ഡെഫിനിഷൻ ഓഫ് ഐഡൻറ്റിറ്റി ക്രൈസിസ് അല്ലെങ്കിൽ തിയറി. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ 2 നോവൽ അല്ലെങ്കിൽ ഈ ഒരു നോവലിൽ എങ്ങനെയാണ് എന്നുള്ളതും കൂടി മെൻഷൻ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ചാപ്റ്റർ ഡിവിഷൻ. ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് ചാപ്റ്ററിൽ തിയറി, തേർഡ് ചാപ്റ്ററിൽ ഫസ്റ്റ് നോവൽ ഇൻ തിയറി, ഫോർത്ത് ചാപ്റ്ററിൽ സെക്കൻഡ് നോവൽ ഇൻ
തിയറി, ചാപ്റ്റർ 5 കൺക്ലൂഷൻ. ഇത് ഞാനൊരു ചാപ്റ്റർ ഡിവിഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രക്ചറാണ്, ഒരു കോമൺ സ്ട്രക്ചർ ഓഫ് സിനോപ്സിസ് എന്ന് പറയുന്നത് ഇതന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കി നോക്കൂ. അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എൻക്വയറീസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ കമൻറ്റിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനുള്ള റിപ്ലൈസ് കാര്യങ്ങൾ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രൊജക്റ്റിൻ്റെ ടോപ്പിക് തിയറീസ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ മാക്സിമം നോക്കാം. പിന്നെ ഇത് ടെൻഷൻ അടിക്കാതെ ഹാപ്പി ആയിട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, എന്നാൽ കൂടുതൽ ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും എൻക്വയറീസോ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കമൻറ്റിൽ പറയാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രോജക്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.